ഹലോ ഗൈസ്, സോ നമ്മളിന്ന് നിൽക്കുന്നത് പുലിക്കളി ഓഫ് ഏത് കുട്ടംകുളങ്ങര ദേശത്തിന്റെ പുലിക്കളി പുലിയായ എൻ്റെ അച്ഛൻ പുലി നിൽക്കുന്നത്. ഹലോ ഗൈസ്, സോ നമ്മളിന്ന് നിൽക്കുന്നത് പുലിക്കളി ഓഫ് ഏത് കുട്ടംകുളങ്ങര ദേശത്തിന്റെ പുലിക്കളി സെറ്റിലായിരുന്നു. സോ നമ്മളിനി ഡയറക്റ്റ് അമ്പലത്തിലേക്ക് പോവാണ്. അമ്പലത്തിലാണ് എല്ലാ പുലികളും കറന്റ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പുലിയായ എൻ്റെ അച്ഛൻ പുലി നിൽക്കുന്നത്. ചേട്ടൻ എത്ര വർഷമായി ഇത് ചെയ്യാൻ തുടങ്ങി? 27 കൊല്ലമായിട്ട് പുലി കണ്ടിന്യൂസ്. അടിപൊളിയാണ്. 27 കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പ്രായത്തിനെക്കാട്ടും കൂടുതൽ, അത്രയും കൂടുതൽ വർഷങ്ങളായി ഇവരിങ്ങനെ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നടക്കുന്നു. സോ നമുക്കിനി അവിടെ ചെന്ന് ബാക്കിയാണ്. അപ്പോൾ ഇവിടം തൊട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് നടക്കുകയായിരുന്നു, പുലികളുടെ ഒപ്പം ഞങ്ങളും. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടംകുളങ്ങര ശ്രീകൃഷ്ണ അമ്പലം. ഇവിടെയായിരുന്നു ഞങ്ങൾ എൻ്റെ പണ്ടത്തെ വീടൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കുറേ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. എനിക്കതിനുള്ള പ്രായമോ അന്നുള്ള ചെറുപ്പമായിരുന്നുകൊണ്ട് അത്ര ഓർമ്മകളില്ല. അങ്ങനെ പുലികളുടെ ഒപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. അവിടെയാണ് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലാണ്, കുട്ടംകുളങ്ങര ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലാണ് പുലികളെല്ലാവരും പെയിൻ്റൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് നിൽക്കുന്നത്. ഇവിടെ എല്ലാം പലതരത്തിലുള്ള മഞ്ഞ, സിൽവർ, വെള്ള ആൻഡ് ഒരു ബ്ലാക്ക് പുലിയുണ്ട്. ആളാണ് ഇതിൻ്റെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ നിൽക്കുന്ന ആളെയാണ് നിങ്ങൾ പരിചയപ്പെടേണ്ടത്. ബാക്കി കാണാം. അങ്ങനെ നമ്മൾ ഇവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അച്ചൻപുലി. ഇതാണ് എൻ്റെ അച്ചൻപുലി. 27 വർഷങ്ങളായി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോലെ. അച്ഛനോട് അങ്ങനെ ഒരുപാട് നേരം സംസാരിക്കാനൊന്നും സാധിച്ചില്ല. അപ്പോഴേക്ക് തന്നെ അവർക്ക് ഇറങ്ങാനുള്ള ടൈമായി. നമ്മൾ വന്നത് തന്നെ ലേറ്റായി. അങ്ങനെ ഓരോ പുലികളായിട്ട് മെല്ലെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിരുന്നു. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം, പലതരത്തിലുള്ള ടൈപ്പ് ആൾക്കാർ ആണ് ഇതിലേക്ക് വന്നത്. ചെറുപ്പക്കാരായാലും വയസ്സായവരായാലും എല്ലാവരുടെയും ഒരു ആഘോഷം എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പോൾ ഇവിടം തൊട്ടാണ് ശരിക്കും പുലിക്കളി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മളെല്ലാ പുലികളെയും ടാബ്ലോയും എല്ലാം ഓർഡറിൽ വെച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തു അവർ കളിക്കാൻ. പുലിയായി ശരീരം മുഴുവൻ വരച്ച കലാകാരന്മാർ മേളത്തിൻ്റെ ഓരം മുഴുകി തെരുവിലൂടെ നടന്ന് ആയിരക്കണക്കിന് ആളുകളെ ആവേശത്തിലാഴ്ത്തി. അവിടെ നിന്നപ്പോൾ അത് ഒരു വിസ്മയം തന്നെയായിരുന്നു. നിറങ്ങളും താളവും ജനങ്ങളുടെ ആവേശം ഒന്നിച്ചു ചേർന്നൊരത്ഭുതം. ഞാൻ ചില ചെറിയ ചെറിയ ക്ലിപ്പുകൾ മാത്രമേ പകർത്താൻ സാധിച്ചുള്ളൂ. പക്ഷേ ആ ഒരു അനുഭവം നിങ്ങൾക്ക് പങ്കുവെക്കാൻ ഞാനാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. ഇതായിരുന്നു ഗോ കാഴ്ചയുടെ ആദ്യത്തെ വീഡിയോ ശ്രമം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത യാത്രയിൽ കൂടെ കാണാം. ഇനിയും നമ്മൾ പല പല യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റേതൊക്കെ ആയിട്ടുള്ള വ്ളോഗുകളും ഓരോ രാജ്യങ്ങളിൽ ചെന്നിട്ടുള്ള എൻ്റെ അനുഭവങ്ങളായിരിക്കും ഞാൻ ഈ ചാനലിൽ മെയിനായിട്ട് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കപ്പൽ വിശേഷങ്ങളും അതിൻ്റെ ഒപ്പം ഉണ്ടാകും. അത് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ്. എത്രത്തോളം ഇത് പ്രാക്ടിക്കലാണ് എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ എൻ്റെ കഴിയുന്ന ശ്രമിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.